നമ്മുടെ ഇടുക്കി ജില്ലയിൽ പൊന്മുടി ഡാം കഴിഞ്ഞാൽ സുന്ദരമായൊരു ഡാമാണ് നമ്മുടെ ഇരട്ടയാർ ഡാം. 2019-20 ഈ ഡാം ഒന്ന് തുറന്നു വിട്ടിട്ടുള്ളൂ. ഇങ്ങനെ വെള്ളം തുറന്നു വിടുന്ന ഒരു ഡാം അല്ല ഇത്, എത്ര മഴ വന്നാലും. ഇതിൻ്റെ ഈ താഴ്വാരമൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ റോഡ് കണ്ടോ, ഈ റോഡ് താഴെ നോർത്തിൽ ചെന്നിട്ട് ഈട്ടിത്തോപ്പിനും തോപ്രാങ്കുടിക്കും നെടുങ്കണ്ടത്തിനുമൊക്കെ തിരിയുന്നൊരു വഴിയാണ്. ഇപ്പോൾ ഈ ഡാമിൽ വെള്ളമൊക്കെ ഒത്തിരി കുറവാണ് ഈ സൈഡിലേക്ക്. ഡാമിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ കുറേ വെള്ളമുള്ളതായിട്ട് നമുക്ക് കാണാം. മീൻപിടുത്തക്കാരെയൊക്കെ കാണേണ്ടതാണ്. ഈ മേഖലയിലുള്ള കുറേ ആൾക്കാരുടെ ഒരു ഉപജീവനം കൂടെയാണ് ഈ ഡാമേ. മീൻപിടുത്തമൊക്കെ ഉണ്ടാവും, നല്ല മീനൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ ഡാമിന് ചേർന്നാണ് നമ്മുടെ ഈ ഇരട്ടയാർ വെട്ടിക്കാമറ്റം നോർത്തിലേക്കൊക്കെയുള്ള റോഡുകൾ പോകുന്നു. നമുക്കിതിലെ കുറച്ചൊന്ന് താഴെ ഇറങ്ങിപ്പോയി നോക്കാം. ചിലപ്പോൾ മീൻപിടുത്തക്കാരൊക്കെ താഴെ കാണും. ഇരട്ടയാർ പഞ്ചായത്ത് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു മുന്നറിയിപ്പ് ബോർഡാണേ. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, ഇതൊരു അപകടം പിടിച്ച ഡാമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ വെള്ളത്തിലൊക്കെ പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. ഈ ബോർഡൊന്ന് വായിച്ചു നോക്കൂ. ഇവിടെയെല്ലാം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി ചതുപ്പായിട്ടുള്ള സ്ഥലമാണേ. വെള്ളം കയറി കിടക്കും. നമ്മൾ പുല്ലാന്ന് വിചാരിച്ച് ചവിട്ടും, താന്നു പോവുകയും ചെയ്യും. അതാണ് അപകടം ഉണ്ടാക്കാനുള്ള കാരണം. ഈ പിള്ളേരൊക്കെ വന്നിങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ വന്നിട്ടേ ചവിട്ടും, പെട്ടെന്നങ്ങ് അടിയിലേക്ക് താന്നു പോകും. അവർ പെട്ടെന്നങ്ങ് പേടിക്കുകയും ചെയ്യുവേ. ഡാം കാണാൻ ഭയങ്കര സുന്ദരി ഡാമാണ് ഈ ഇരട്ടയാർ ഡാം. ചെറിയ കാറ്റൊക്കെ ഉണ്ട്. പിന്നെ മീൻപിടുത്തക്കാരൊക്കെ അവിടെ വള്ളത്തേലിങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണാം. അക്കരെ ഇരുന്ന് മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അതേ പറഞ്ഞ ഒരുപാട് ഭംഗിയുള്ള ഡാമാണ്. ഇപ്പം ശരിക്കും വെള്ളം കുറച്ച് കുറവ് തന്നെയാണ്. മഴയൊക്കെ മാറി വെയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉള്ള വെള്ളമെല്ലാം നമ്മുടെ ഇടുക്കി അണക്കെട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെയും വെള്ളം ഇങ്ങനെ കയറി കിടക്കുവാണേ. ഇതൊരു തരം പായലായി കിടക്കുന്നത്. ഈ പായലിങ്ങനെ അടിഞ്ഞ് സൈഡ് വന്ന് കയറി കിടക്കും. വെള്ളം മെറ്റി അവിടം വരെ കിടക്കുന്നുണ്ടോ? ആ വണ്ടിയല്ലേ പോകുന്നുണ്ടോ? ആ വളവ്, ആ വെള്ളം കിടക്കുന്നതിൻ്റെ അവിടെ ഒരു ചെറിയ പാലം പോലെയുണ്ട്. അവിടം വരെ വെള്ളമുണ്ട്. രാവിലെ സമയത്തൊക്കെ വരുവാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നതിനെക്കാട്ടി ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് നമുക്ക് ഈ ഡാമിനെ കാണാൻ സാധിക്കും. നമ്മുടെ ഇടുക്കി അണക്കെട്ടിനോളം തന്നെ പഴക്കമുള്ളൊരു ഡാമാണിത്. ഇടുക്കി അണക്കെട്ടെന്ന് പറഞ്ഞ ബൃഹത്തായ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പം അവർ വിചാരിച്ച് എവിടെ നിന്നൊക്കെ വെള്ളം എത്തിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്ന ഈ വെള്ളമുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ നെടുങ്കണ്ടം കല്ലാറിയിൽ നിന്ന് വരെ വരുന്ന വെള്ളമാണ്. അവിടുന്ന് മുതലേ തുരങ്കം ഉണ്ടാക്കിയവർ അതിൽ കൂടെ വെള്ളം ചാടിച്ച് ഇവിടെ ഇരട്ടയാറ്റിലെത്തിച്ച് അതിനുശേഷം ഇടുക്കി ഡാമിലേക്ക് എത്തിക്കുക തന്നെ. സൂര്യനിങ്ങനെ അസ്തമിച്ച് വരുമ്പോൾ ഈ ഡാമിൻ്റെ കാഴ്ചകൾ ഒത്തിരി ഭംഗിയുള്ളതാകുന്നു. ഈ റോഡിൽ നിന്ന് താഴോട്ടേക്ക് ഡാമിലേക്കുള്ള കാഴ്ചകളുണ്ടോ? ആ സൈഡിലൊക്കെ നമുക്ക് ഇറങ്ങിച്ചെല്ലാവുന്നതാണ്. ഇതുവഴി നമുക്ക് താഴെ നിന്ന് ഇറങ്ങിയിട്ട് വരാം. ഇതൊക്കെ പക്കാ പുല്ലാട്ടോ. മീൻപിടുത്തക്കാരൊക്കെ ഇറങ്ങിപ്പോകുന്ന വഴിയേ. നേരത്തെ ഇവിടെ ഒരു തോണിയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തോണിയൊന്നും കാണുന്നില്ല. അതുവഴി അങ്ങനെയാണ് വെള്ളം നമ്മുടെ അഞ്ചുരുളിയിലേക്ക് പോകുന്നത്, തുരങ്കത്തിൽ കൂടി. അതിൽ തോണികടത്തൊക്കെ കണ്ടോ? അവിടെ ഒരു തോണിയിൽ ഒരാളിരുന്ന് ഇങ്ങനെ വല കെട്ടി വരുന്നുണ്ടേ. ഇതെല്ലാം വല കെട്ടിയിട്ടുണ്ട്. ഇത് കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പ് അംഗീകരിച്ച ഒരു ഡാമാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് മീനുണ്ട്. ഇവിടെ ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ ഇറങ്ങി മീൻ പിടിക്കാം. നമ്മൾ അഞ്ചുരുളിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആദിവാസികൾക്കൊക്കെ അവിടെ മീൻപിടുത്തം മെയിനായിട്ടുള്ളൂ. ഇവിടെയൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല.
ഇവിടുത്തുകാർ തന്നെ ഈ മീനൊക്കെ പിടിച്ച് കരകയറ്റുന്നുണ്ട്. ആ, മീനുണ്ടോ? കിട്ടിയോ മീൻ? ആ ആ ആ. നേരത്തെ ഈ വഴി സൈഡ് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ പിന്നീട് പൊളിച്ചു മാറ്റി. വെള്ളം അങ്ങോട്ടും കയറി കിടക്കുമോ? ഇവിടെ നിന്നും ടണലിൽ കൂടെ ഇടുക്കി ജലാശയത്തിലേക്ക് വെള്ളം പോകുന്ന ഒരു ഭാഗമുണ്ട്. നേരത്തെയൊക്കെ നമുക്ക് അവിടെ പോയി കാണാൻ പറ്റുമായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് 2 ചെറിയ പിള്ളേർ ആ ടണലിൽ പോയി മരിച്ചു പോയി കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടാറില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി അതും കൂടെ കാണാമായിരുന്നു. വലിയ കുറേ പൂമരങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കാണാവേ. സൂര്യനിപ്പോൾ ഇങ്ങനെ അസ്തമിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. വെള്ളത്തിലേക്ക് നല്ല ചുവപ്പ് നിറമൊക്കെ കയറി വരും. ഈ വഴിക്ക് നേരത്തെ ഒരുപാട് ബസ് റൂട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബസ്സിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞു. അപ്പുറത്ത് ഇരട്ടയാർ പാലത്തിൻ്റെ തങ്കമണി ഭാഗത്തേക്കുള്ള പാലത്തിൻ്റെ പണി നടന്നു വരുന്ന സമയത്ത് വാഹനങ്ങൾ ഒരുപാടും ഈ വഴിക്ക് തന്നെയായിരുന്നേ. ഇപ്പോൾ ഈ വെള്ളമൊക്കെ ഒരുമാതിരി കലങ്ങി കിടക്കുന്ന കേട്ടോ. ഇവിടം കൊണ്ട് ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ലൊരു കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നേ. ഇവിടെ ഒരു പഞ്ചായത്തിൻ്റെ ബോർഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. വേസ്റ്റുകൾ അതിലേലും വലിച്ചെറിയരുതെന്നാണ് മെയിനായിട്ട്. അത് ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡാമിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമേ. ഇവിടെയൊക്കെ കണ്ടമാനം വേസ്റ്റ് ഉണ്ടായിരുന്നേ. അതല്ല ഇവർ പെറുക്കിയിട്ട് എന്താ ചെയ്യുന്നറിയോ, ഇവിടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെല്ലാം വൃത്തിയാക്കിയിട്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് വെച്ചിരിക്കും, ചാക്ക് വെച്ചിരിക്കുന്നു, അതിനകത്ത് പെറുക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാഴ്ചയാണ് ഈ ബസ്സൊക്കെ ഇതിലെ കൂടെ ഇങ്ങനെ കയറി വരുന്നത്. എൽദോസ് രാജാക്കാടിന് പോകുന്ന വണ്ടിയാണേ. ആ പോട്ടെ. ഈ ഇല്ലിയുടെയൊക്കെ ഇടയ്ക്കൂടെ സൂര്യപ്രകാശം എല്ലാം അരിച്ചിങ്ങോട്ട് വരുന്നുണ്ടോ. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ രാവിലെയാണ് ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ച ഒത്തിരി നല്ലതാകുന്നത്. ഈ ഡാമിൻ്റെ അക്കരെ ഭാഗം കണ്ടോ, അതെല്ലാം കൃഷിയിടങ്ങളും ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെയാണ്. നല്ല മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഒരുപാട് കയറി വന്നു കഴിയുമ്പോൾ ഇതാ ഇവിടെ എല്ലാം വെള്ളം കയറി നിറഞ്ഞു കിടക്കുവേ. ഉണ്ടോ, ഡാമുകാർ അവിടെ ഒരു വാർക്കയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ, ചെറിയ ചെക്ക് ഡാം പോലെയൊക്കെ. താഴോട്ട് വെള്ളം അധികം പോകാതെ അപ്പുറത്തൂടെ തന്നെ നമ്മുടെ ടണലിൽ കൂടെ ഇടുക്കി ഡാമിലേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു തടയലാണ് അതൊക്കെ. ഇതിലേക്ക് വേണേൽ അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ആ ചാലിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ആ കരയിൽ കൂടെയൊക്കെ കണ്ടോ, ശരിക്കും ഡാമിനോട് ചേർന്ന് തന്നെ ഒത്തിരി വീടുകളൊക്കെ ഇരിക്കുന്നു. നോക്കി ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ പാലം കാണാം. ആ പാലമൊക്കെ ഈയിടയ്ക്ക് ബലപ്പെടുത്തിയതാണ്, കുറേ കമ്പിയൊക്കെ ഇട്ട്. അതായത് നമ്മുടെ എഴുകുമ്പയിൽ തോവാള റൂട്ടിലേക്കൊക്കെ ഇരട്ടയാറിൻ്റെ ഇക്കര ഭാഗത്തേക്കൊക്കെ വരുന്നൊരു പാലം അത്. ഇതിലൊക്കെ കുറേ വെള്ളമൊക്കെ ഇങ്ങനെ ഈ ചാലിക്കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടേ. നമ്മൾ ആ വഴിക്കൂടെയാണ് ഇങ്ങോട്ട് കടന്നു വന്നത് കേട്ടോ. ഈ വഴിക്ക് ഒരുപാട് തിരക്കുണ്ടാകുന്നൊരു വഴിയാണ്, രാവിലെയും വൈകിട്ടും ഒക്കെ. നെടുങ്കണ്ടം വരെയുള്ള വാഹനങ്ങൾ ഇതിലേ പോകുന്നു. ഇവിടെയൊക്കെ നല്ലതായിട്ട് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പോഴിവിടെയൊക്കെ കുറഞ്ഞ രീതിയിലുള്ള വെള്ളങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ ഒന്ന് നോക്കിയാൽ നമുക്ക് അങ്ങ് ദൂരേക്ക് ഒരുപാട് സ്ഥലം കാണാം കേട്ടോ. മഴയത്ത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇത് കൂടുതലും. ഈ മുകളിൽ വരെ വെള്ളം കയറി വരുവേ. അപ്പോൾ നമ്മുടെ ഈ ഇരട്ടയാർ ഡാമിൻ്റെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളേ. ഇവിടെ നമുക്ക് എടുക്കാൻ വേറെ ഏരിയ ഒന്നുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.